ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ അല്ലേ, മൈ ബർത്ത്ഡേ. അതെ, കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേ നല്ല രീതിയിൽ ഞാൻ ആഘോഷിച്ചിട്ടുണ്ടായി, അത് നാട്ടിൽ നിന്ന്. അപ്പോൾ അന്ന് ഞാനൊരു വ്ളോഗായിട്ട് തന്നെ എടുത്തിന്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയതുകൊണ്ട് വ്ളോഗ് എടുക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഫോർ എൻ്റെ ഫ്യൂച്ചറിലെ സെൽഫിന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജിത്തുവിൻ്റെ കൂടെ ജിത്തു ഞാനും കൂടെ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. ജസ്റ്റ് ഇന്നത്തെ ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അവിടെയാണ്. അങ്ങനെ സ്ഥലം കാണാം. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഗിഫ്റ്റ് ജിത്തു തന്ന ഗിഫ്റ്റ് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ എന്തൊക്കെയൊക്കെയാ തന്നറിയോ? അപ്പൊ ഒരുവിധം ഞാൻ പെട്ടതൊക്കെ തന്ന ക്യാപ്പ്, രാത്രിയൊക്കെയുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയതാ. എൻ്റെ ഇതുവരെയുള്ള പിറന്നാൾ മൊത്തം ഞാൻ നാട്ടിൽ നിന്നാണ് ആഘോഷിച്ച. ഫുള്ളും അമ്മ ഉണ്ടാവും, അച്ഛൻ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര വിഷമാവുക. കാരണം പാരൻസിനെ കാണുന്നില്ല, ഫ്രണ്ട്സ് ആരില്ല. അപ്പോൾ ജിത്ത് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് ഞാനില്ലേ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇങ്ങനെ കരഞ്ഞു. കരഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ കരയുന്നത്, പിന്നെ എനിക്കിവിടെ എന്തിൻ്റെ ഒരു കുറവാണ്, കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവനുള്ളതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷെ ഇന്നലെ നല്ല രീതിയിൽ ഭയങ്കര സർപ്രൈസ് ആണ്. കേക്ക് മുറിച്ച്, പിന്നെ ഇവന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവൻ ക്യാപ്പ്, ഷൂ, ബാഗ്, ഇയർപോഡ്, എന്തൊക്കെ സാധനമാണ് വാങ്ങി, അത് ബ്രാൻഡഡ് ആയിട്ടുള്ള. ഇത് കണ്ടിട്ട് എനിക്ക് കരച്ചിലാണ് വന്നത്. ഗൈസ്, ചൂടുള്ള വാർത്ത, ജിത്തു പോയി ഒരു ഷോപ്പിൽ പോയി ഇറങ്ങിയിട്ട് വന്നിട്ടാ. അന്നിപ്പോൾ ആ ഷോപ്പിലുള്ള ആൾ ജിത്തുവിനോട് പറയാ, എന്താ പറഞ്ഞേ, ഞാന് ഫേമസ് ആയിട്ട് എന്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്. ഫാൻസ് അസോസിയേഷൻ എന്താ പറയണ്ട വെച്ചാല് നിന്റെ കഴിവാട്ടോ ഞാൻ ശ്രദ്ധിച്ചു. എന്റെ വർത്തമാനത്തിലാണെങ്കിലും പക്ഷെ നിന്റെ കഴിവാണ്. ഈ കോംപ്ലിമെന്റ് എങ്കിലും എനിക്ക് കിട്ടിയാൽ എനിക്ക് വേണ്ടി ചത്താലും വേണ്ട. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു കാര്യം, ഇവന്റെ കുറേ ട്യൂഷൻ ക്ലാസ്സിലെ പണ്ടത്തെ സ്കൂളത്തെ ഒക്കെ ഉണ്ടല്ലോ, ഇവന്റെ ഇൻസ്റ്റയിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവര് വന്നിട്ട് പിന്നെ എടാ നിന്നെ വീഡിയോയിൽ കണ്ടിണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് അയച്ച്. ഇതൊന്ന് ആലോചിച്ചൊക്കെ, എന്ത് വിജയം. ഇതൊക്കെ വെച്ചിട്ട് ഇനി എന്താ വേണ്ടത്? ഞങ്ങളിപ്പം കയറി റൂമാണെങ്കിലും രക്ഷയില്ല, നല്ല അടിപൊളി ഭംഗിയുണ്ട്. ഗൈസ്, ഞങ്ങളിപ്പോൾ ജിമ്മിലാണുള്ളത്. വേണ്ട, ഞാനിങ്ങനെ നടക്കുന്നുണ്ട്, ജിത്തു അവിടെ എന്തോ ചെയ്യുന്നുണ്ട്.
ജിത്തുവിന്റെ വക എത്ര കിലോയാ പൊന്തിക്കുന്നത്? എനിക്ക് ഏത് കിലോയാ പൊന്തിക്കാൻ പറ്റുക? ഒന്ന് പൊന്തിക്കുമ്പോഴത്തേക്ക് അത്ര വന്നു മസില് തള്ളും നോക്കോ. ജിത്തുവിന് ഇപ്പൊ എന്താ തോന്നുന്നത്? നമ്മള് ഹണിമൂണ് ടൂർ പോയില്ലായിരുന്നു മലേഷ്യയില്, അതേ ഒരു ഫീൽ ഇല്ലേ? ഒരു ഫീൽ തോന്നുന്നു. നമ്മളെപ്പോഴും കത്തല്ല ഇങ്ങനെ റൂം പണി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രഷറാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് വേറെ ഏതൊരു രാജ്യത്ത് പോയൊരു ഫീലല്ലേ? സത്യം റെഡിക്ക് കാരണം അങ്ങനെ തോന്നാം. മലേഷ്യ പോയ പോലത്തെ ഫീൽ തോന്നാനുള്ള ഒരു കാരണം ഈ പൂളില്ലേ, അവിടെ പൂളുണ്ടായോ അല്ലേ? നമ്മൾ ഈ ഒരു വൈബ് തന്നെയാണ് അവിടെ പോയത്. സെയിം എൻ്റെ പിറന്നാളായതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും 2 മാസം കൂടുമ്പോൾ ഇങ്ങനെ വരാം. കാരണം ഇത് ഭയങ്കര വലിയ കോസ്റ്റ് ഉള്ള ഒന്നല്ല. 150 നീയും 150 ഞാനും ഇട്ടാൽ മതി. ഇതാണ് ലിഫ്റ്റ് ലോബി. ഇവിടെ ഇങ്ങനെ കാർഡ് വെച്ചിട്ട് നമ്മൾ 15 എന്നിട്ട് നമ്മൾ ഏതാണോ ഫ്ലോർ അതിങ്ങനെ ഞെക്കണം. അപ്പോൾ നമുക്ക് F-ൽ ഇവിടെ കണ്ടോ, ഈ F-ലേക്ക് ലിഫ്റ്റ് വന്നു വരും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. കണ്ടോ, പക്ഷെ നല്ല റൂമായിരുന്നു. ഒരു ഭയങ്കര നമുക്കിങ്ങനെ ഭയങ്കര പ്രഷറിൽ വർക്കൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് വന്ന് സെറ്റാക്കാൻ പറ്റിയൊരു റൂമാണ്. ഇതാണ് ഇവിടുത്തെ ഔട്ട്സൈഡ് വ്യൂ. ജിത്തുവിന് റൂം മിസ് ചെയ്യുന്നുണ്ട്. ജിത്തു, എങ്ങനെയുണ്ട് റൂം? So guys, we are going to check out. So thank you. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ജിത്തു, ട്രിപ്പ് എങ്ങനെ ഉണ്ടായോ? പക്ഷെ എന്താ പറയണ്ടെച്ചാല് നമ്മളിപ്പം
വീക്കെൻഡിലൊക്കെ റൂമിൽ തന്നെ ഇരിക്കുമ്പം വീക്കെൻഡൊക്കെ പോകുന്നത് പെട്ടെന്ന് പോട്ടെ, ഒന്നും ഒരു പുതിയതായിട്ടൊന്നും ചെയ്യാത്തൊരു ഫീലും അല്ലെങ്കിൽ ഒരു പുതിയതൊന്നും ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു പ്ലാന്, അതായത് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ഹോട്ടലിൽ താമസിക്കാന്നുള്ള ഒരു പ്ലാൻ എടുത്ത ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. കാരണം അത്രയ്ക്ക് ഹാപ്പിയായി, മൈൻഡൊക്കെ ഭയങ്കര റീഫ്രഷായി. അല്ലേ, ഞങ്ങൾ മലേഷ്യ പോയ അതേ വൈബ് അടിക്കുന്ന ആ ഹോട്ടലിൽ. കാരണം സ്വിമ്മിങ് പൂള്, നല്ലൊരു വൈബ് ഉണ്ട് അല്ലേ. ഇനി ഞങ്ങൾ പ്ലാൻ ആക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാനൊക്കെ ഇങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ട്. കാരണം മൈൻഡൊന്ന് റീഫ്രഷ് ആവാം, ഇതല്ലാണ്ട് വേറെ മാർഗം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ. ഖത്തറിലെ ചൂട് എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കരാണ്. ഇപ്പൊ ഫുള്ള് വെയില്. സൂഖ് വാക്കിഫ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്, ഗ്രേറ്റ്ഫുൾനെസ് ആണ്. അതായത് എനിക്ക് ഈ ഒരു പിറന്നാളും ഞാൻ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട്, എപ്പോഴും ഞാൻ ഫാമിലീൻ്റെ കൂടെയാണ്, അധികവും വിത്ത് ഫാമിലിയാണ് ഞാൻ ആഘോഷിക്കൽ. കൊല്ലം അതേപോലെ ജിത്തുവിൻ്റെ കൂടെ ആഘോഷിച്ച് ഞാൻ ഇപ്പൊ സത്യം പറയാം, ഞാൻ ഇപ്പോൾ ജിത്തുവിനോട് അറിയാം ഇന്നെ കിട്ടിയത് ഭയങ്കരാന്ന്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ നമുക്ക് കിട്ടിയ ആളില് നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത്, ഏത് രീതിയിലാണോ പോകുന്നത്, അത് ശരിക്കും നമ്മളെ പാർട്ട്ണറെ പോലെ ഇരിക്കും. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എങ്ങനെയാണോ നമ്മളെ മൂഡ് ഉണ്ടാകുന്നത്, അത് ഡിപ്പെൻഡ്സ് ഓൺ പാർട്ട്ണറാണ് ഉണ്ടാവുക. സോ താങ്ക് ഫോർ ദിസ് ലൈഫ്. ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു ജിത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബർത്ത്ഡേ. എനിക്ക് ഭയങ്കര സന്തോഷം.